derive the sampling distribution of means of samples taken from a normal population n mu sigma. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നോർമൽ പോപ്പുലേഷൻ n mu സിഗ്മയെന്ന് സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ അവരുടെ സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുന്നു x1 x2 എക്സെട്ര xn. ദിസ് ഇസ് എ റാൻഡം സാമ്പിൾ ടേക്കൺ ഫ്രം n mu sigma. റാൻഡം സാമ്പിൾ ഫ്രം n mu സിഗ്മയാണ് എന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റാൻഡം സാമ്പിളുകൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഈ റാൻഡം സാമ്പിളുകളുടെ മീൻ, അതായത് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സമ്മേഷൻ i is equal to 1 to n xi by n. ഈ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 3 കേസുകളിലായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്താണെന്ന് നോക്കാം. കേസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ n mu സിഗ്മ എന്നാണല്ലോ സാമ്പിളുകൾ എടുക്കുന്നത്. ആ നോർമൽ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ നോൺ ആയിട്ടുള്ള കേസാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. നോർമൽ പോപ്പുലേഷൻ വിത്ത് സിഗ്മ നൂൺ, അവിടെ നിന്നാണ് നമ്മൾ സാമ്പിളുകൾ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ പോപ്പുലേഷന് സാമ്പിളുകൾ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷൻസിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എന്ത് തന്നെയായിരിക്കും? അതിന്റെ പാരന്റ് പോപ്പുലേഷന്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് n mu സിഗ്മ. അതായത് നമുക്ക് പറയാം x1 ഫോളോസ് n mu സിഗ്മ. x1ന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? n mu സിഗ്മ ആയിരിക്കും. വരി x2 ഫോളോസ് n mu സിഗ്മ എക്സെട്ര. xn ഫോളോസ് n mu സിഗ്മ എന്ന് നമുക്ക് പറയാം. ഓർ ഇൻ ജനറൽ നമുക്ക് പറയാം xi ഫോളോസ് n mu സിഗ്മ where i is equal to 1, 2, 3 up to n. ഇങ്ങനെ നമുക്ക് പറയുന്നു. അപ്പോൾ എക്സൈയുടെ ഡിസ്ട്രിബ്യൂഷൻ n mu സിഗ്മയാണ്. അതായത് ഇവരുടെ എല്ലാവരുടെയും ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സെയിം ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ വിത്ത് പാരാമീറ്റർ മ്യൂ ആൻഡ് സിഗ്മയാണ്. പിന്നെ ഇവർ റാൻഡം സാമ്പിൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ റാൻഡം സാമ്പിളിലുള്ള ഒബ്സർവേഷൻസ്, ഈ വേരിയബിൾസ്, അതായത് x1 x2 എക്സെട്ര xn, ദേ ആർ ഇൻഡിപെൻഡന്റ്. അവരെന്താണ്? അവർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ് എന്ന് നമുക്ക് പറയും. അതായത് ഇവർക്ക് സെയിം ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു റാൻഡം സാമ്പിൾ വിൽ ബി ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് ഓർ IID റാൻഡം വേരിയബിൾസ് എന്ന് നമുക്ക് പറയും അല്ലേ. അപ്പോൾ നമ്മളിവരുടെ ഡിസ്ട്രിബ്യൂഷൻ അറിയുന്നത് കൊണ്ട് തന്നെ x1 x2 എക്സെട്ര xn എല്ലാം നോർമൽ ആണ്. അപ്പോൾ നമുക്ക് അവരുടെ MGF എഴുതാം. അപ്പോൾ ജനറൽ ആയിട്ട് ഞാൻ MXI of t ആണ് എഴുതാൻ പോകുന്നത്. വാട്ട് ഈസ് MXI of t? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ MGF എന്താണ്? പാരാമീറ്റർ മ്യൂവും സിഗ്മയും ആണെങ്കിൽ MGF വിൽ ബി e raised to mu t plus half t square sigma square. ഇങ്ങനെ നമുക്ക് എഴുതാം. MGF of xis, അതായത് i is equal to 1, 2, 3 എക്സെട്ര അപ് ടു എല്ലാവരുടെയും ഒരേ MGF തന്നെയാണ് വരുന്നത്, ഒരേ പാരാമീറ്റേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ എക്സ് ബാറിന്റെ MGF എഴുതുന്നു. ആ MGF നോക്കിയിട്ട് എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ mx bar of t ആണ് എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ mx bar of t is equal to m. എക്സ് ബാറിന് എങ്ങനെ എഴുതാം? സമ്മേഷൻ i is equal to 1 to n xi by n of t എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് mx bar of t. അപ്പോൾ നമുക്ക് MGFന്റെ പ്രോപ്പർട്ടി ഉണ്ട്. max of t can be written as mx of at. അതായത് നമ്മുടെ വേരിയബിളിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു കോൺസ്റ്റന്റിനെ നമുക്ക് ആരൊപ്പം പറഞ്ഞയക്കാം? ടിയുടെ ഒപ്പം മാറ്റിയിട്ട് എഴുതാം അല്ലെ. അപ്പൊ അതേപോലെ ഇതിവിടെ നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ xi ആണ്. അതിന്റെ ഒപ്പം നിൽക്കുന്ന കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 1/n ആണ്. ആ 1/n നമുക്ക് ടിയുടെ ഒപ്പം പറഞ്ഞയക്കാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് m സമ്മേഷൻ i is equal to 1 to n xi of t by n എന്ന് നമുക്ക് എഴുതാം. ഓർ ദിസ് ഇസ് ഈക്വൽ ടു m സമ്മേഷൻ xi ഞാൻ x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn എന്നാക്കിയിട്ട് എഴുതുന്നു ഓഫ് t by n. അതായത് ഇവിടെ നമുക്ക് കാണേണ്ടത് MGF ഓഫ് എ സം ആണ്. ഈ സം ഓഫ് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ MGFന്റെ പ്രോപ്പർട്ടി പ്രകാരം ഇപ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ mx പ്ലസ് y ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? mx ഓഫ് ടി ഇൻറ്റു my ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും.
പ്രൊവൈഡഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എഴുതാൻ പറ്റും. അപ്പൊ നോക്കുമ്പോൾ നമ്മളെ കയ്യിലുള്ളത് റാൻഡം സാമ്പിൾ ആണ് അല്ലെ, അതുകൊണ്ട് നമുക്ക് അറിയാം അവർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അവർ നമുക്ക് എങ്ങനെ എഴുതാം? എം എക്സ് വൺ ഓഫ് ടി ബൈ എൻ ഇൻറ്റു എം എക്സ് ടു ഓഫ് ടി ബൈ എൻ എക്സെട്ര ഇൻറ്റു എം എക്സ് എൻ ഓഫ് ടി ബൈ എൻ എന്ന് നമുക്ക് മാറ്റിയിട്ട് എഴുതാം അല്ലെ. അപ്പൊ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എം എക്സ് ഐ ഓഫ് ടി എന്താണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നോർമൽ ആയതുകൊണ്ട് നമ്മൾ ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. എം എക്സ് ഐ ഓഫ് ടി ആണെച്ചാൽ ഇങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എം എക്സ് വൺ ഓഫ് ടി ബൈ എൻ എം എക്സ് ടു ഓഫ് ടി ബൈ എൻ, അതായത് ടിയുടെ സ്ഥാനത്ത് ഇവിടെ എല്ലാം ടി ബൈ എൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഓരോ എം ജി എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റിനെ ഇ റേസ് ടു മ്യൂ ടി ബൈ എൻ പ്ലസ് ഹാഫ് ടി സ്ക്വയർ ബൈ എൻ സ്ക്വയർ സിഗ്മ സ്ക്വയർ അല്ലെ. അതുമാതിരി അടുത്തതും അതേപോലെ എഴുതാം. അങ്ങനെ ലാസ്റ്റ് ടേം ഇ റേസ് ടു മ്യൂ ടി ബൈ എൻ പ്ലസ് ഹാഫ് ടി സ്ക്വയർ ബൈ എൻ സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാം. അതായത് ഒരേപോലെയുള്ള എല്ലാം സെയിം എം ജി എഫ് ആണ്. അപ്പൊ ഒരേപോലെയുള്ള എൻ ടേമുകളെയാണ് നമ്മുടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവരെ ഒന്നായിട്ട് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മ്യൂ ടി ബൈ എൻ പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഹോൾ റേസ് ടു എൻ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇങ്ങനത്തെ എൻ ടേംസിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഈ പവറിലുള്ള എൻ കൊണ്ട് ഈ രണ്ട് ഡിനോമിനേറ്ററിൽ വരുന്ന എന്നുകളെയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ എൻ എന്ന് നമുക്ക് എം ജി എഫിനെ മാറ്റി എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ എം ജി എഫ് എന്ന് പറയുന്നത് ഒരു നോർമലിന്റെ എം ജി എഫിന്റെ അതേ പാറ്റേൺ ആണ് അല്ലെ. ഇപ്പൊ നോർമലിന്റെ എം ജി എഫ് എൻ മ്യൂ സിഗ്മ വരുന്ന ഒരു നോർമലിന്റെ എം ജി എഫ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന് വരുമായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ എം ജി എഫ് എന്താണ്? ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ എൻ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളെ വേരിയൻസിന്റെ സ്ഥാനത്ത് വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് വന്ന സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? സിഗ്മ സ്ക്വയർ ബൈ എൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വന്ന സ്ഥാനത്ത് എന്ത് വന്നു എന്ന് നമുക്ക് പറയാം? ഇതിന്റെ റൂട്ട്, അതായത് സിഗ്മ ബൈ റൂട്ട് എൻ ആണ് വന്നിരിക്കുന്നത്. മ്യൂ വന്ന സ്ഥാനത്ത് കുഴപ്പമില്ല, മ്യൂ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ എം ജി എഫ് എന്ന് പറയുന്നത് ഒരു നോർമൽ റാൻഡം വേരിയബിളിന്റെ എം ജി എഫ് ആണ്. ആ എം ജി എഫിന്റെ മീൻ എന്താണ്? മ്യൂ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് വന്നിരിക്കുന്നു? സിഗ്മ ബൈ റൂട്ട്. അപ്പൊ നമുക്ക് പറയാം എക്സ് ബാർ ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ കോമ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട്. ഇതാണ് നമ്മളെ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ. വേണിച്ചാൽ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് മാറ്റിയിട്ടും വേണിച്ചാൽ എഴുതാം. ഓർ സെഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ഫോളോസ് എൻ 0 1 എന്നും നമുക്ക് വേണിച്ചാൽ പറയും. ഇനി നമ്മൾ കേസ് 2 ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ കേസ് 2 നമ്മൾ പറയുന്നത് നമ്മൾ സാമ്പിളുകൾ എടുത്തിരിക്കുന്ന നോർമൽ പോപ്പുലേഷൻ, അതായത് എൻ മ്യൂ സിഗ്മയിലുള്ള സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അൺനോൺ ആൻഡ് എൻ ലാർജ് ഉള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. അതായത് സിഗ്മ നോൺ ആകുമ്പം നമുക്ക് സാമ്പിൾ സൈസിനെ കുറിച്ചിട്ട് നമ്മൾ ബോധർ ചെയ്യേ വേണ്ട. പക്ഷെ സിഗ്മ അൺനോൺ ആകുമ്പം നമ്മൾ സാമ്പിൾ സൈസ് നോക്കണം. എൻ ലാർജ് ആണോ എൻ സ്മോൾ ആണോ എന്ന് നമ്മൾ നോക്കണം. അതിനനുസരിച്ചിട്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാറുന്നുണ്ട്. അപ്പൊ സിഗ്മ അൺനോൺ എൻ ലാർജ് ആവുന്ന കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സിഗ്മ നോൺ ആയ കേസിൽ നമ്മൾ പറഞ്ഞു എക്സ് ബാർ ഫോളോസ് എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് എൻ വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം എൻ മ്യൂ സിഗ്മ അല്ലെ. അപ്പൊ ഇവിടെ സിഗ്മ അൺനോൺ ആണ്, എൻ ലാർജും ആണ്. ആ കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മാറ്റം ഇത്രയേ ഉള്ളൂ. സിഗ്മ അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാത്തത് കൊണ്ട് ഈ സ്ഥാനത്ത് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായ എസ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സാമ്പിൾ മീൻ എക്സ് ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ബൈ റൂട്ട് എൻ എന്ന് നമുക്ക് പറയാം. ഓർ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആക്കി എഴുതുകയാണെന്ന് വെച്ചാൽ ഓർ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ ഫോളോസ് എൻ 0 1 ഈ രീതിയിലും നമുക്ക് പറയാം. ഇനി നമുക്ക്
കേസ് 3 ആണ് നോക്കേണ്ടത്. അപ്പോൾ കേസ് 3 എന്താന്ന് നോക്കാം. കേസ് 3 നമ്മൾ നോർമൽ പോപ്പുലേഷൻ എൻ മ്യൂ സിഗ്മ ഫ്രം വേർ സാമ്പിൾസ് ആർ ടേക്കൺ, അതിലുള്ള സിഗ്മ അൺനോൺ എന്നും ആൻഡ് എൻ സ്മോൾ എന്നുള്ള കേസ് നോക്കാം. എൻ സ്മോൾ എന്നുള്ള കേസുമാണ് നമ്മൾ നോക്കുന്നത്. സാമ്പിൾ സൈസ് സ്മോൾ ആയിട്ടുള്ള സാമ്പിൾ സൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നേരിട്ടിട്ട് എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ല, നേരെ മറിച്ചിട്ട് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1. ആ വേരിയബിൾ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ അതിനെ ടി എന്ന് വിളിക്കുന്നു. ദിസ് വേരിയബിൾ will follow a student's t distribution with n minus 1 degrees of freedom. അതായത് this is a student's t distribution. Student's t distribution with n minus 1 degrees of freedom. ഇതാണ് n സ്മോളും സിഗ്മ അൺനോണും ആയിട്ടുള്ള കേസിലുള്ള എക്സ് ബാറിന്റെ ഒരു ഫംഗ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് ഇവിടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും? അടുത്ത ക്വസ്റ്റ്യൻ. എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 25 ഇസ് ടേക്കൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 1 ആൻഡ് വേരിയൻസ് 9. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സാമ്പിൾ മീൻ ഇസ് നെഗറ്റീവ്? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സാമ്പിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാമ്പിളിന്റെ സൈസ് എത്രയാണ്? സാമ്പിൾ സൈസ് n is equal to 25. 25 സൈസുള്ള ഒരു സാമ്പിൾ നമ്മളൊരു നോർമൽ പോപ്പുലേഷൻ എന്നാണ് എടുത്തിരിക്കുന്നത്. നോർമൽ പോപ്പുലേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ആ നോർമൽ പോപ്പുലേഷന്റെ മീൻ ദറ്റ് ഈസ് മ്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വേരിയൻസ് ദറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് തന്നിട്ടുണ്ട്. ദറ്റ് മീൻസ് സിഗ്മ ഇസ് ഈക്വൽ ടു 3. അതായത് നമ്മളെ പോപ്പുലേഷന്റെ മീൻ എന്ന് പറയുന്നത് 1ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. അപ്പൊ N13 എന്ന് പറയുന്ന പോപ്പുലേഷന്റെ ഉള്ളിൽ നിന്നാണ് സാമ്പിൾ ഓഫ് സൈസ് 25 നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സാമ്പിൾ മീൻ ഇസ് നെഗറ്റീവ്. അപ്പൊ നമ്മൾ സാമ്പിൾ മീന് എക്സ് ബാറിനെ കുറിച്ചുള്ള ഒരു പ്രോബബിലിറ്റി ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എക്സ് ബാറിനെ കുറിച്ചുള്ള ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയണം. അപ്പൊ ഇവിടെ സിഗ്മ നോൺ ആയിട്ടുള്ള കേസാണ്. അപ്പൊ നോർമൽ പോപ്പുലേഷൻ N13 എന്നാണ് നമ്മൾ സാമ്പിൾ എടുത്തിരിക്കുന്നത്. ആൻഡ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗിവൺ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം എക്സ് ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിലത്തെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും? അതായത് എൻ മ്യൂ സിഗ്മ എന്ന് പറയുന്ന പോപ്പുലേഷന്റെ ഉള്ളിൽ നിന്ന് സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ സാമ്പിൾ മീൻ എക്സ് ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ കോമ സിഗ്മ ബൈ റൂട്ട് അല്ലെ. അപ്പൊ ഇവിടെ വരുമ്പം എക്സ് ബാർ വിൽ ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 1 കോമ സിഗ്മ ബൈ റൂട്ട് എന്ന് പറയുമ്പം 3 ബൈ റൂട്ട് എൻ എന്ന് പറയുമ്പം റൂട്ട് 25 ദറ്റ് ഈസ് 3/5. എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? എക്സ് ബാർ ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 1 കോമ 3/5. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമുക്ക് എഴുതാം. then z is equal to x bar minus അതിൽ നിന്ന് മീന് മൈനസ് ചെയ്യുക, അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഏതൊരു നോർമൽ വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ കിട്ടുന്നത്. അപ്പൊ എക്സ് ബാർ മൈനസ് 1/3/5 ദിസ് വിൽ ഫോളോ N01 സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അത് നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ആണ് നോക്കേണ്ടത്. പ്രോബബിലിറ്റി ദാറ്റ് സാമ്പിൾ മീൻ ഈസ് നെഗറ്റീവ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാമ്പിൾ മീൻ ഈസ് നെഗറ്റീവ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് സാമ്പിൾ മീൻ ഈസ് എക്സ് ബാർ നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാർ ലെസ് ദാൻ 0. ഈ പ്രോബബിലിറ്റി ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ ലെസ് ദാൻ 0 ആണ് നോക്കുന്നത് അല്ലെ. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ എക്സ് ബാറിലുള്ള ഒരു പ്രോബബിലിറ്റി ആണെങ്കിൽ എക്സ് ബാർ ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാറിനെ സ്റ്റാൻഡേർഡ് നോർമൽ എങ്ങനെയാക്കുക? എക്സ് ബാർ മൈനസ് ഇറ്റ്സ് മീൻ 1 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3/5 ലെസ് ദാൻ. അപ്പൊ 0നും അതേ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ 0 മൈനസ് 1 divided by 3/5, or this can be written as probability of z. X bar minus 1/3/5 is the standard normal variable z. Z less than minus 1 divided by 3/5 എന്ന് പറയാം, or this is
probability of Z less than minus 5 by 3, or that is probability of Z less than minus 1.67. അതായത് നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ വാല്യൂ -1.67 അതിനെക്കാട്ടോ കുറവോ ആണ് എന്നാണ്, ആ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് Z is equal to 0 സിമെട്രിക് അല്ലെ, -∞ മുതൽ +∞ വരെയുള്ള ഒരു കേർവാണ്. അപ്പോൾ Z -1.65 എന്ന് പറയുന്ന വാല്യൂ അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് അത് വന്നിട്ടുണ്ടാവും. ഇവിടെ -1.67 എന്ന് വരികയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രോബബിലിറ്റി എന്താണ്? Z ലെസ് ദാൻ -1.67. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് അല്ലെ, ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Z ലെസ് ദാൻ -1.67 എന്ന് പറയുന്ന ഏരിയ കണ്ടുപിടിക്കും അല്ലെ. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ നോക്കിയിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നത് 0 മുതൽ Z വരെയുള്ള വാല്യൂ ഉള്ള പ്രോബബിലിറ്റി, ആ പ്രോബബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ ആ ഏരിയാസ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഏതൊരു ഏരിയനും നമുക്ക് 0 to that വാല്യൂ വരെയുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള ഈ ഏരിയ അല്ലേ, ഈ പീസ് ഓഫ് ഏരിയനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? നമ്മൾ ഹാഫ് ദ ഏരിയ എടുക്കുന്നു. ഹാഫ് ദ ഏരിയ പറഞ്ഞാൽ -∞ മുതൽ 0 വരെയുള്ള ഏരിയ എടുക്കുന്നു. അതിനെ പ്രോബബിലിറ്റിയുടെ ടേംസിൽ എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ദാറ്റ് -∞ ലെസ് ദാൻ Z ലെസ് ദാൻ 0. ആ ഏരിയയിൽ നിന്ന് ഞാൻ -1.67 to 0 എന്ന് പറയുന്ന ഈ ഏരിയനെ ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് -1.67 ലെസ് ദാൻ Z ലെസ് ദാൻ 0. അപ്പോൾ ഇത് 0 മുതൽ അല്ലെങ്കിൽ -1.67 മുതൽ 0 എന്നുള്ള പ്രോബബിലിറ്റിയുടെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ആദ്യത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ദ ഏരിയ ആണ് അല്ലെ. അതായത് ഹാഫ് ദ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 0.5. -∞ മുതൽ 0 വരെയുള്ള ഏരിയ 0.5 ആണ്. അതുമാതിരി 0 മുതൽ +∞ വരെയുള്ള ഏരിയയും 0.5 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ അല്ലെ. അപ്പം ഇനി നമുക്ക് ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ ഈ ഏരിയ കാണുക പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് -1.67 ലെസ് ദാൻ Z ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ ഏരിയ കാണുക എന്ന് പറയുന്നത് 0 മുതൽ +1.67 എന്ന് പറയുന്ന ഏരിയക്ക് തുല്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ ഇവിടെ Z വാല്യൂസ് ഉണ്ട്. അപ്പോൾ Z വാല്യൂ നമുക്കുള്ളത് 1.67 ആണ്. അപ്പോൾ 1.6ൽ 0.07 വരുന്ന വാല്യൂ ആണ് നോക്കേണ്ടത്. നമ്മളിങ്ങനെ പോയി നോക്കുന്നു, 0.07 അല്ലെ, 0.4525 ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി. അപ്പോൾ അതാണ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, 0.4525. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് 0.4525 എന്നാണ് വരുന്നത്. ഇത് മൈനസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 0.0475 എന്ന് പറയുന്ന വാല്യൂ ആണ്. This is probability that sample mean is negative. അടുത്ത question, derive the distribution of sample mean if samples are taken from normal distribution with mean 0 and variance 4. അപ്പോൾ നമുക്ക് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ mu is equal to 0 എന്നും വേരിയൻസ് σ² is equal to 4 എന്നും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ2 ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ N02 ആണ്. നോർമൽ വിത്ത് പാരാമീറ്റേഴ്സ് 0 and 2 എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എടുത്തിരിക്കുന്ന സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ. ആ സാമ്പിളിൻ്റെ സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ഡിറൈവ് എടുക്കേണ്ടത്. അപ്പോൾ ലെറ്റ് x1, x2, etc. xn be a random sample taken from N02. N02 എന്ന് പറയുന്ന പോപ്പുലേഷൻ എടുത്തൊരു റാൻഡം സാമ്പിളാണ് x1, x2, etc. xn. അപ്പോൾ ഈ പോപ്പുലേഷൻ എടുത്ത സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷൻസും ആ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് x1 വിൽ ഫോളോ N02, x2 വിൽ ഫോളോ N02, അങ്ങനെ നമുക്ക് xn അല്ലെ, xn വിൽ ഫോളോ N02 എന്ന് പറയാം.
or in general നമുക്ക് പറയാം xi will follow n0 to normal distribution with parameter 0, 2. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത് MGF വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ xiകളുടെ ഡിസ്ട്രിബ്യൂഷൻ അറിയുന്നത് കൊണ്ട് അവരുടെ MGF നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കറിയാം n mu സിഗ്മ ഫോളോ ചെയ്യുന്ന ഒരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ MGF mx of t എന്ന് പറയുന്നത് e raised to mu t plus half t square സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ റാൻഡം വേരിയബിൾ xi അത് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ മീൻ മ്യൂ എന്ന് വന്നിരിക്കുന്നത് 0 ആണ്. അപ്പോൾ അതിൻ്റെ MGF e raised to 0 into t പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇവിടെ എന്താ വന്നിരിക്കുന്നത് 4 ആണ് അല്ലേ. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു ഈ ടേം 0 ആയി ഹാഫ് ടി സ്ക്വയർ ഇൻറ്റു 4 അല്ലെങ്കിൽ e raised to t 2t സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. mxi of t is equal to e raised to 2t square, I is equal to 1, 2, 3 up to n. ഇതാണ് mxi of t നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mx bar of t ആണ് അല്ലേ. അപ്പോൾ what is mx bar of t? That is m summation I is equal to 1 to n xi by n of t. ഇതാണ് നമുക്ക് എഴുതേണ്ടത്. That is equal to m into summation I is equal to 1 to n xi into xi of t by n. അതായത് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന xi സമ്മേഷൻ xiയുടെ കൂടെ നിൽക്കുന്ന കോൺസ്റ്റന്റ് 1 by n-നെ നമ്മൾ ടിയുടെ ഒപ്പം കൊടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു m x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn ഓഫ് ടി ബൈ എൻ എന്ന് നമുക്ക് എഴുതാം. ആൻഡ് നമ്മൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിലുള്ള ഒബ്സർവേഷൻസ് ആയതുകൊണ്ട് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. So this can be written as mx1 of t by n into mx2 of t by n etc. mxn of t by n. ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതും. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു mxi of t നമ്മൾ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്? ദറ്റ് ഈസ് ഈക്വൽ ടു e raised to 2t square എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ mx1 of t by n ആണ്. ഇവിടെ t വന്ന സ്ഥാനത്ത് ഇവിടെ t ഇവിടെ വന്നപ്പം ഇവിടെ നമുക്ക് ടി ബൈ എൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടീനെ ടി ബൈ എൻ കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2 ഇൻറ്റു ടി ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ടി സ്ക്വയർ ബൈ എൻ സ്ക്വയർ. അടുത്തത് ഇ റേസ് ടു 2 അതേപോലെ തന്നെ ടി സ്ക്വയർ ബൈ എൻ സ്ക്വയർ. അങ്ങനെ ലാസ്റ്റ് ടേമും ഇ റേസ് ടു 2 ഇൻറ്റു ടി സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് വരും. അതായത് ഇവിടെ n ടേമുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e raised to 2t square by n square whole raised to n എന്ന് എഴുതും. or this is equal to e raised to 2t square by n എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ e raised to 2t square by n or this can be written as നമ്മൾ എപ്പോഴും ഒരു MGF നോർമലിൻ്റെ MGFൻ്റെ ഫോം e raised to mu t പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്നുള്ള പാറ്റേണിലാണ്. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ മാറ്റി എഴുതുന്നു. ഇ റേസ് ടു ഒരു ഹാഫിന് ഇവിടെ വെച്ചു ഹാഫ് ഇൻറ്റു ടി സ്ക്വയർ പിന്നെ 2 ബൈ എൻ എന്ന് ഞാൻ ഇവിടെ എഴുതും അല്ലേ. എന്താ എഴുതുന്നത്? ഇ റേസ് ടു 2t സ്ക്വയർ ബൈ എൻ. അപ്പോൾ ഇവിടെ 2 ബൈ എൻ ആണ് ഉണ്ടായിരുന്നത്. അതിന് ഞാൻ എന്തെങ്കിലും ഒരു ഹാഫ് ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഞാൻ 4 ബൈ എൻ എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് 2 ബൈ എൻ എന്നുള്ളതിനെ നമ്മളിവിടെ എന്താക്കി എഴുതി? ഇവിടെ 1 ബൈ 2നെ പുറത്ത് വെച്ചതുകൊണ്ട് ഇവിടെ 4 ബൈ എൻ എന്ന് മാറ്റി എഴുതി. അപ്പോൾ ഇത് എന്താ ഉള്ളത്? ദിസ് ഇസ് ദ MGF ഓഫ് എ നോർമൽ റാൻഡം വേരിയബിൾ വിത്ത് മീൻ മ്യൂ. മ്യൂവിൻ്റെ സ്ഥാനത്ത് ഇവിടെ 0 വന്നതുകൊണ്ടാണ് ഇവിടെ മ്യൂവിൻ്റെ ടേം കാണാത്തത്. അപ്പം മ്യൂ 0വും സിഗ്മ സ്ക്വയർ 4 ബൈ എന്നും വരുന്ന ഒരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ MGF ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വേരിയൻസ് 4 ബൈ എൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിൻ്റെ റൂട്ടായിരിക്കും. അതായത് 2 ബൈ റൂട്ട് എന്നും വരുന്ന ഒരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ MGF ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ആരുടെ MGF ആയിട്ടാണ് വന്നിരിക്കുന്നത്? എക്സ് ബാറിൻ്റെ MGF ആണ്. അപ്പോൾ നമുക്ക് പറയാം എക്സ് ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ബൈ റൂട്ട്. X bar follows n 0, 2 by root n.